ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്ന വണ്ടിയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ പേരും ഞാൻ കൊടുത്ത നമ്പർ വരെ അവർ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് എക്സ്ക്ലൂസീവ്ലി നമുക്ക് വേണ്ടി മാത്രമായിട്ട് അവർ ചെയ്തു തന്നാണ്. SKR എന്നുള്ള പേരുണ്ട്, സ്റ്റാലിൻ രാജു എന്നുള്ള പേരും, പിന്നെ ഞാൻ കൊടുത്തൊരു നമ്പറാണ് 05. സോ നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം അത് കൊള്ളാം. എല്ലാവർക്കും ട്രയംഫ് ട്രാക്കർ 400ൻ്റെ ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ട്രയംഫ് ലൈനപ്പിൽ നമുക്ക് 400cc കാറ്റഗറിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈക്കാണിത്. 350cc ആണ് ഈ വണ്ടിയുടെ ക്യൂയിക് കപ്പാസിറ്റി. 40 PS പവറും 32 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 400cc 350cc അങ്ങനെ ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു ഫ്രഷ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ബൈക്ക് എന്നുള്ള നിലയിലാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു ഫൺ ടു റൈഡ് മെഷീനാണ്. സോ ഇതിൻ്റെ പ്രൈസ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 2.46 lakhs ആണ്. അപ്പോൾ ഏകദേശം ഒരു 3 lakhs 3.15 അടുപ്പിച്ചിട്ട് വരാനാണ് ഓൺ റോഡ് പ്രൈസ് ചാൻസ്. സോ 3 കളർ വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്കൊരു ഈ കാണുന്ന ഒരു സിൽവർ ടോൺ, ബ്ലാക്ക്, അതുപോലെ യെല്ലോ, 3ഉം അടിപൊളിയാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ് ഓവറോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്ലാറ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ്, അത് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഈ വണ്ടി അല്ലാതെ വേറൊരു വണ്ടിയില്ല. നമുക്കിപ്പോൾ ADV അല്ലെ ഒരു സൂപ്പർ സ്പോർട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാറ്റഗറി ഓഫ് എന്താ പറയുക, ഒരു റൈഡിങ് സ്റ്റൈലിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഫ്ലാറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് 1920s അല്ല ആ ഒരു 30s ടൈമിൽ അമേരിക്കൻ ഏരിയാസിൽ മഡ് റോഡിൽ, അതായത് നമുക്കിപ്പം ഹോഴ്സ് റേസ് ഒക്കെ നടക്കുന്ന പോലത്തുള്ള ഒരു സ്റ്റേഡിയം പോലുള്ളൊരു സെറ്റപ്പിൽ മഡിൽ റേസിംഗ് നടത്തുന്ന ഒരു സെറ്റപ്പാണ് ഫ്ലാറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ലുക്ക് വൈസ് ആ ഒരു ഡിസൈൻ ഇൻസ്പിറേഷനാണ് ട്രയംഫ് ട്രാക്കറിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പം ഇതൊരു സ്ട്രീറ്റ് ബൈക്കായിട്ടാണ് ട്രയംഫ് കൺസിഡർ ചെയ്യുന്നത്. വണ്ടി അടിപൊളിയാണ് കേട്ടോ. വണ്ടിയുടെ പവർ കിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനീഷ്യൽ അഗ്രഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. 350cc ആണ്. സോ നമുക്ക് വളരെ ക്വിക്കായിട്ട് 140 അടുത്ത് റീച്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റും. നല്ലൊരു പഞ്ചുണ്ട് വണ്ടിക്ക്. അപ്പം വണ്ടി നല്ല പവർഫുള്ളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഹാപ്പിയാവും. എന്താ വെച്ചാൽ പവറിൻ്റെ ഒരു എന്തൂസിയാസ്റ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല പൊളിച്ചോടിക്കാൻ പറ്റും. ഫൺ ടു റൈഡാണ്. വളരെ കോമ്പാക്റ്റാണ്. നമ്മൾ കുറേ കൂടെ നല്ല രീതിയിൽ ലീനായിട്ടാണ് ഇരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ല അഗ്രഷനുണ്ട് ഈ വണ്ടിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിനാണേലും നമ്മൾ ഇരിക്കുന്ന റൈഡിങ് പോസ്റ്ററിനാണേലും കമ്മിറ്റഡാണ് നല്ല രീതിയിൽ. ഒരു റേസ് ബൈക്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു സ്പോർട്ട് ബൈക്കിൻ്റെയൊക്കെ ഒരു ഫീലിലാണ്. വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. നല്ല വൈഡാണ്. സോ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ല ലീനായിട്ടാണ് തന്നെ ഇരിക്കുന്നത്. ഫുഡ് പക്കൊക്കെ നല്ല റിയർ സെറ്റാണ്. ശരിക്കും ഒരു സ്പോർട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ റൈഡിങ് പോസ്റ്ററിലുണ്ട്. വണ്ടി പൊളിച്ചോടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് വണ്ടി നല്ല ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത്. വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്, വെയിറ്റിലെന്നല്ല 181 kg അടുത്തുണ്ട്. പക്ഷേ നമുക്ക് ഹൈ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല, നിമ്പിളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം 40 PS പവറും 32 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രയംഫ് ലൈനപ്പിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ് ത്രക്സ്റ്റൺ 400cc
സീരീസിൽ. അപ്പം അതിൻ്റെ സെയിം എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്പീഡ് 400-നേക്കാളും പവർ കൂടുതലുണ്ട് ഇതിന്. ത്രക്സ്റ്റൻ്റെ സെയിം എഞ്ചിനാണ്. സോ ത്രക്സ്റ്റൺ നല്ല രീതിയിൽ പൊളിച്ചൊഴിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതേ ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു വണ്ടിയും കൂടെയാണിത്. അതേസമയം T4-ഉം സ്പീഡ് 400-ഉം സ്ക്രാംബ്ലറും ഒക്കെ കുറച്ച് പവർ കുറവാണ് കമ്പയർ ടു ട്രാക്കറും അതുപോലെ ത്രക്സ്റ്റണും. ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച് ടോർക്ക് അടിപൊളിയാണ്. ലോ എൻഡിൽ നല്ലൊരു പഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡും കൊള്ളാം. 140 ഒക്കെ വളരെ ക്വിക്കായിട്ട് തന്നെയാണ് എത്തുന്നത്. സോ വലിയ ഓവർ വൈബ്രേഷനൊന്നുമില്ല. കംഫർട്ടബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഹൈ റവിലും. ചെറിയൊരു പൊടിക്കലോ സ്പീൽ മാത്രമേ ഉള്ളൂ. ഫുഡ് പെക്കിലും അങ്ങനെ ഓവറോൾ ചെറുതായിട്ടേ ഉള്ളൂ. അത് വളരെ മാനേജബിൾ ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് ഞാൻ നോക്കിയിട്ട്. ഒരു 5000 RPM-ൻ്റെ അടുപ്പിച്ചിട്ടാണ് ചെറിയൊരു വൈബ്രേഷൻ ഫുഡ് പെക്കിലും ഹാൻഡിൽ ബാറിൻ്റെ പോർഷനിലും സീറ്റിൻ്റെ ലൈറ്റായിട്ടൊന്നൊക്കെ തോന്നുന്നുള്ളൂ. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ വളരെ വൈഡ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ വിരിഞ്ഞിരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രക്സ്റ്റണിൻ്റെ അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സ്പീഡ് 400-നേക്കാളും ലോ ആണ്. സ്പീഡ് 400 കുറച്ചുകൂടെ നമുക്കിതാ ഇങ്ങനെ ഇരിക്കും. ത്രക്സ്റ്റൺ ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ്. ഫ്ലാറ്റ് ട്രാക്കർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നമ്മളൊരു ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്താ പറയുക ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ഓടിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് സ്റ്റൈലിംഗ് റൈഡിംഗ് ആണ്. സൂപ്പർ ലൊക്കേഷൻ കേട്ടോ. അപ്പം എവിനാശാനാണ് ബിഗ് താങ്ക്സ്. അപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ ഒരു സെമി ബാലൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രീറ്റ് ബൈക്കും അതുപോലെ ഹൈവേയും കൂടെ കുറച്ച് ബാലൻസ് ചെയ്തിട്ട് ഒരു ഡീസൻറ്റ് കംഫർട്ട് തരുന്ന തരത്തിലാണ് സസ്പെൻഷൻ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഓവറോൾ കംഫർട്ട് ഡീസൻ്റ് ആയിട്ടുള്ളൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. ഒരു ലീനിയർ റെസ്പോൺസ് ആണ് കിട്ടുന്നത്. പക്ഷേ മിഡ് റേഞ്ചിലോട്ട് കയറും തോറും വണ്ടി നല്ല സൂപ്പർ പിക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കേട്ടോ, ആ ഒരു 60+ കയറുമ്പോൾ വണ്ടിക്ക് നല്ല എൻജിൻ ലൈവ് ആകും. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് ഓവർ ഗ്രിപ്പ് തരുന്ന ഒരു ടയറെന്ന് ഞാൻ പറയുന്നില്ല. ഡീസൻറ്റ് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ പർപ്പസ് ടൈപ്പിലേക്ക് ഇതിനെ ഡിസൈൻ വൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു സ്റ്റിക്കി ടയേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളിതിന് ടയർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. ഒരു ഡീസൻറ്റ് ഗ്രിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർ ഒരു കോൺഫിഡൻസ് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ക്ലച്ച് ഫീലൊക്കെ വളരെ ലൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒട്ടും നമുക്ക് ഹാർഡായിട്ടുള്ളൊരു ക്ലച്ചല്ല. സ്ലിപ്പർ ക്ലച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു സീനില്ല. ഇവിടെ എല്ലാം അടിപൊളി കോർണേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ വണ്ടി ഒരു ഫൺ ടു റൈഡ് മെഷീനും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് ഇത് ഓടിക്കാനായിട്ട്. ഏർലി മോർണിംഗിലൊക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒരു രസമാണ്. പിന്നെ ഹാൻഡ്ലിങ് കേട്ടോ, ഈ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. വണ്ടി കൈ നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 120-ലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാം. ചെറിയൊരു വിൻ ബ്ലാസ്റ്റ് ഉണ്ടാവും, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാനുള്ള എൻജിൻ കേപ്പബിലിറ്റി ഇതിനുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. അപ്പം ഒരു പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്ക് ബൈറ്റാണ് കിട്ടുന്നത്. സ്റ്റിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് ഇങ്ങനെ ആയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സസ്പെൻഷൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരൊറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മിറേഴ്സ് മാത്രമാണ്. ഒട്ടും വിസിബിലിറ്റി ഇല്ല. നമ്മുടെ ജാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗവും ഇതാണ് കവർ ചെയ്യുന്നത്. വേറൊരു മിറർ വെച്ചാൽ നന്നായിരിക്കും. പിന്നെ എനിക്കിതിൻ്റെ അകത്തെ 1-2 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു 2-3 hours മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഒന്ന്, ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സെറ്റപ്പ് അത് വളരെ റിജിഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. അതിനകത്ത് റബ്ബർ ബീഡിങ് വെച്ചിട്ടില്ല. സോ നമ്മൾ കാലിടിച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വളയത്തില്ല, ഒടിഞ്ഞങ്ങ് പോവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരും, അങ്ങനത്തെ ഒരു ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ മിററിൻ്റെ കാര്യവും, മിറർ മടുപ്പാണ്. ഹെഡ്ലൈറ്റൊക്കെ സിമിലർ സ്പീഡ് 400-ഉം ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടയറിൻ്റെ ആ ഒരു ഡിസൈൻ, അത് ഡിസൈൻ വൈസ് അടിപൊളിയാണ്. പക്ഷേ നമുക്ക്
പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമായിട്ട് പറയാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ബട്ടൺ ടൈപ്പ് ആയിട്ടുള്ളൊരു ടയറല്ല, കുറച്ചൊരു സ്ലിം ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത്. സോ റോഡ് ടയർ തന്നെ ആയിരിക്കും ബെറ്റർ ഇതിന്. നല്ല വലിപ്പമുള്ള വിടുത്തുള്ള ടയറാണ്. ടയർ ഹഗ്ഗർ എന്തായാലും വെച്ചേ പറ്റുള്ളൂ. ഇത് ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെളി അടിച്ച് കയറുന്നുണ്ട്. ബാക്കി ഓവറോൾ വണ്ടി അടിപൊളിയാണ്. നമുക്കാദ്യം ഡിസൈൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഓവറോൾ ഇതിന് ഒരു സെമി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. അനലോഗ് സ്പീഡോമീറ്റർ വരുന്നുണ്ട്, അടിപൊളിയാണ്. ആ ഒരു സ്പീഡൊക്കെ കയറുന്നത് കാണാൻ രസമുണ്ട്. പിന്നെ ട്രയംഫിൻ്റെ ലോഗോ കാണുമ്പോൾ നമുക്കൊരു പ്രീമിയം ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ഓവറോൾ റൈഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം സൂപ്പർബാണ്. പിന്നെ മൊത്തത്തിൽ ഇതൊരു സോളിഡ് ആയിട്ടുള്ളൊരു ബൈക്കിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ USD ഫോർക്കാണ്, റിയറിൽ മോണോഷോക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ വിൻസ്ക്രീനും കാര്യങ്ങളും സ്റ്റൈലിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ അത് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഈ വണ്ടി കാണുന്ന സമയത്ത്. ഒരു കുട്ടി വണ്ടിയായിട്ട് തോന്നും, പക്ഷേ നല്ല മസ്കുലറായിട്ടുള്ളൊരു ബൈക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ എർഗണോമിക്സ് ഒന്ന് നോക്കാം. സോ 5.9 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 805 അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എനിക്ക് വളരെ പ്ലാന്റഡ് ഫൂട്ടാണ്, കറക്റ്റ് പ്ലാന്റഡ് ഫൂട്ടാണ്. അപ്പം അത്യാവശ്യം ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഹാൻഡിൽ ബാർ പൊസിഷൻ എന്ന് പറയുന്നത് നല്ല വൈഡാണ്, നല്ല വിരിഞ്ഞിരിക്കുന്ന ഹാൻഡിൽ ബാറാണ്. അതുപോലെ കുറച്ച് താഴേക്കാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് അഗ്രസീവാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ. ഇപ്പം ഫുഡ് പെഗിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ റിയർ സെറ്റാണ്. കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് ഒരു സ്പോർട്സ് ബൈക്ക് ഇങ്ങനെ ഓടിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ റൈഡേഴ്സ് ട്രയാങ്കിൾ വരുന്നത്. സോ നമുക്ക് ഒരു അഗ്രസീവ് ഫീല് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടാങ്കൊക്കെ മെറ്റലാണ്, അതുപോലെ വളരെ സ്ലിം ആയിട്ടുള്ള ടാങ്കാണ്, എന്നാൽ ഒരു മസ്കുലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സീറ്റ് സെറ്റപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് 400 വരുന്ന പോലത്തെ ഒരു സീറ്റ് സെറ്റപ്പാണ്. സിംഗിൾ സീറ്റാണ്. നമുക്കിവിടെ ഒരു കൗളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്സസറീസ് ആയിട്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലുണ്ട്. പിന്നെ സ്ക്രാംബ്ലറിൽ വരുന്ന ടൈപ്പിലുള്ള എക്സോസ്റ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ത്രക്സ്റ്റണിൽ വരുന്ന അതേ പവർ ഔട്ട്പുട്ടാണ് ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പം സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒരു പ്രീമിയം ടച്ച് അവർ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ട്രയംഫ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ശതമാനവും മെറ്റൽ പാർട്സാണ്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 181 കിലോഗ്രാമാണ്. നമ്മൾ ഹൈ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്തില്ല. വണ്ടി വളരെ ഷോർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 162 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന വീൽ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ച് അലോ വീൽസാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. ഫ്രണ്ടിൽ 110 സെക്ഷൻ ടയറും റിയറിൽ 150 സെക്ഷനുമാണ്. ഒരു സെമി ഡ്യുവൽ പർപ്പസ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ടയറാണ്. ഒരുപാട് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള സെറ്റപ്പല്ല, കുറച്ച് ഫ്ലാറ്റാണ്. അതൊരു എസ്തെറ്റിക്സിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പല്ല, ഇതൊരു പ്യുവർ സ്ട്രീറ്റ് ബൈക്ക് തന്നെയാണ്. ട്രയംഫ് അങ്ങനെ തന്നെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. 300 mm ഫ്രണ്ടിൽ ഡിസ്ക്, റിയറിൽ നമുക്ക് 230 mm ആണ്. ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ബൈറ്റ് കിട്ടുന്നുണ്ട്. ലീനിയറാണ്, പ്രോഗ്രസീവായിട്ടുള്ളൊരു ബ്രേക്ക് ബൈറ്റാണ്. സ്റ്റിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കുറച്ചൊരു മീഡിയം സോഫ്റ്റാണ്, റിയർ ഒരു മീഡിയം ഹാർഡായിട്ടുള്ള സെറ്റപ്പിലാണ്. സോ ഹൈവേയും സിറ്റിയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് സസ്പെൻഷൻ ഫീഡ്ബാക്ക് കിട്ടുന്നത്. USD ഫോർക്കാണ് വരുന്നത്. നല്ല ഫീഡ്ബാക്കുള്ള സസ്പെൻഷനാണ്, കംഫർട്ടബിളാണ്. ഞാൻ നോക്കിയിട്ട് ഡീസൻ്റ് ആയിട്ടൊരു അബ്സോർബേഷൻ കിട്ടുന്നുണ്ട് ഗട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്തും. ഹൈവേയിൽ നല്ല സ്റ്റേബിളാണ് വണ്ടി. ഹൈ സ്പീഡിലും ഒരു 140 ഒക്കെ അടുപ്പിച്ച് ഞാൻ നോക്കിയിട്ടും വണ്ടി നല്ല സ്റ്റേബിളാണ്. നമ്മുടെ കയ്യിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോളിഡാണ് വണ്ടി. പിന്നെ നമുക്കിതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ, ABS, ഡ്യുവൽ ചാനൽ ABS ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൈഡ് ബൈ വൈ ത്രോട്ടിലാണ്, നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. കൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു മിഡ് റേഞ്ചിലോട്ട് വരുമ്പം വണ്ടിക്ക് നല്ല ഒരു പുള്ള് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ക്വിക്കാണ് വണ്ടി, പെട്ടെന്ന് തന്നെ കയറി പോകുന്നുണ്ട്. അത് വളരെ ഇമ്പ്രസീവാണ്. ഇനി എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഈ വണ്ടി ആർക്കൊക്കെ സ്യൂട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് ആയിട്ടുള്ളവരെ എയിം ചെയ്തിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പൊളിച്ചോടിക്കാനൊക്കെ വണ്ടി അങ്ങനെ ഓടിക്കുന്ന ഒരു സ്റ്റൈല് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സിറ്റിയിൽ എന്താ പറയുക, അഗ്രസീവായിട്ടുള്ള ഒരു റൈഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാർക്ക് പെർഫെക്റ്റ് ആണ്. എന്തായിരുന്നാലും നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക.
പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് ഫീലും ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ വളരെ സ്മൂത്താണ് എൻജിൻ, ഒട്ടും സ്ട്രെസ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹൈ സ്പീഡ് പോകുന്ന സമയത്ത് ഒരു 120+ പോകുമ്പോഴും നമുക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. വണ്ടിക്ക് പവർ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്, സ്മൂത്താണ് അത്യാവശ്യം. പിന്നെ നമുക്ക് ഹാർഡായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് കുറച്ചൊന്ന് എന്താ പറയുക നമുക്കൊന്ന് പതുങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഈ വണ്ടിയിൽ പറയാനായിട്ട് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓവറോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡാണ് ഞാൻ. വലിയ കുറ്റം പറയാനായിട്ടൊന്നും അത്രത്തോളമുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. ചില വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഗിയർ ബോക്സ് ഒന്നും അത്ര പോരാ, അങ്ങനെയുള്ള ആ ഒരു ഇഷ്യൂസ് ഒന്നും ഇതിനില്ല. നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടില്ലേ. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഉള്ളിലേക്കായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇതും പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.